പത്തനംതിട്ട ജില്ലയിൽ ആശങ്ക ഒഴിയുന്നില്ല. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി റാന്നി പോലീസ്. റാന്നിയിൽ വീണ്ടും വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും റാന്നി CI നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. മൂഴിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ രാവിലെ തന്നെ തുറക്കും. ഡാമുകൾ തുറന്നുവിടുന്ന സാഹചര്യത്തിൽ പരിസര പ്രദേശത്തുള്ളവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രസാദ് MJ ചേരുന്ന വിവരങ്ങളുമായി. പ്രസാദ്, ഏതായാലും വീണ്ടും ഇന്നലെ ഒരു ശമനം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പമ്പാ നദിയിലടക്കം ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി പറഞ്ഞതുപോലെ തന്നെ സ്ഥിതിഗതികൾ വീണ്ടും ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്നലെ രാവിലെ മുതൽ തന്നെ വൈകുന്നേരം വരെ മഴയ്ക്ക് അല്പം ശമനവും ജലനിരപ്പ് സാവധാനത്തിലാണെങ്കിലും പ്രധാന റോഡുകളിലെയൊക്കെ വെള്ളം താഴ്ന്നിറങ്ങിയതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണാമായിരുന്നു. പ്രധാന റോഡുകളിലെയും വെള്ളക്കെട്ടുകൾക്കൊക്കെ അല്പം ശമനമുണ്ടാകുകയും റാന്നിയിൽ നിന്നും ഒരു 80% കൂടി വെള്ളം അവിടെ ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നും വെള്ളമൊക്കെ ഒഴുകിയൊക്കെ ഉണ്ടാകുകയും 4 മണ്ഡലങ്ങളിലെ അടൂർ ഒഴിച്ച് 4 മണ്ഡലങ്ങളിലെ MLA-മാരെയും ദുരന്ത നിവാരണ അതോറിറ്റികളെയും പ്രത്യേകിച്ച് റാന്നിയിലെയും ആറന്മുളയിലെ MLA-മാരെ കോർത്തിണക്കിക്കൊണ്ട് ജില്ലയുടെ ചുമതലയുള്ള PC വിഷ്ണുനാഥ് ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. കോഴഞ്ചേരിയിലും പത്തനംതിട്ടയിലും റാന്നിയിലും ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് മുന്നൊരുക്കങ്ങളൊക്കെ ക്രമീകരിച്ചത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കാലാവസ്ഥാ പ്രവചനത്തിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു പ്രവചനം ഉണ്ടായത്. മിന്നൽ പ്രളയത്തിന്, അതായത് ശനിയാഴ്ച രാത്രി ഉണ്ടായ മിന്നൽ പ്രളയത്തിന് സമാനമായ അതിശക്ത തീവ്രത മഴയും മിന്നലും മറ്റ് ശക്തമായ കാറ്റും ഒക്കെ ഉണ്ടാകാനുണ്ട്. ഇന്നലെ രാത്രി തന്നെ അതിസങ്കീർണമാണ്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിപ്പോകണമെന്നും നദികളിൽ ഇറങ്ങുന്നതെന്നും പരമാവധി ആൾക്കാരോട് ഇത് എത്തിക്കണമെന്നൊക്കെയുള്ള എല്ലാ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ മന്ത്രി ഇത് സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്തതിന്റെ ഫലമായി തന്നെ രാത്രിയിൽ ശക്തമായ മഴ തന്നെയാണ് ദീപ്തി പെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് വിശ്വസനീയമല്ലാത്ത പലതരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും സോഷ്യൽ ഇടങ്ങളിലുമൊക്കെ മൂഴിയാറിലും സീതത്തോട്ടിലും ഒക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന തരത്തിലുള്ള ഈ അടിസ്ഥാനരഹിതമായ വാർത്തകളൊക്കെ വന്ന ജനങ്ങൾ ഭയശങ്കര ആയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയിൽ തന്നെ റാന്നി പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ മുന്നൊരുക്കങ്ങളും ഔദ്യോഗികമായ അറിയിപ്പ്, വാഹനത്തിൽ മൈക്കൊക്കെ കെട്ടി ഔദ്യോഗികമായ അറിയിപ്പുകളൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇന്നലെ താഴ്ന്ന അതേ ഭാഗത്ത് തന്നെ ഒരു അരയടിയോളം പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാന ഈ കക്കാട്ടാറിലെയും പമ്പാ നദിയിലേക്കും പോകുന്ന മൂഴിയാർ ഡാമിന്റെ സംഭരണശേഷി 192 ഘനമീറ്റർ, അതാണ് സംഭരണശേഷി. ഇപ്പോൾ 190 മീറ്ററോളം വെള്ളം സംഭരിച്ചു കഴിഞ്ഞു. ഏതു നിമിഷവും ഡാം തുറന്നുവിടാം. അപ്പം ഡാം തുറന്നുവിട്ടാൽ ഈ ജലം 2 ഷട്ടറുകളിലെ ജലമാണ് കക്കാട്ടാറിലേക്കും പമ്പാ നദിയിലേക്കും എത്തുന്നത്. ഈ നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നു. കക്കാട്ടാറിന്റെ തീരത്ത് താമസിക്കുന്നവരാണ് ആങ്ങമൂഴി, ചിറ്റാര, വടശ്ശേരിക്കര, പന്തളം ആ ഭാഗങ്ങളിലേക്കാണ് കക്കാട്ടാറിന്റെ ഒഴുക്ക് വരുന്നത്. പമ്പാ നദിയുടെ തീരത്ത് താമസിക്കുന്നവർ റാന്നി, കോഴഞ്ചേരി, ആറന്മുള ഭാഗത്ത് താമസിക്കുന്നവരാണ്. അപ്പം ഇവരെ അടിയന്തരമായി ഇന്നലെ ഈ വെള്ളം ഇറങ്ങുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ 2 ദിവസമായി ആറന്മുളയിൽ തികച്ചും 2018 സമാനമായ രീതിയിൽ ഈ ഒരു മണ്ഡലം ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. വൈദ്യുതി പലയിടങ്ങളിലും മുടങ്ങിയിരിക്കുന്നു. പരസ്പരം ആൾക്കാരെ ബന്ധപ്പെടാൻ മൊബൈലുകളൊന്നും തന്നെ നിശ്ചലമായിരിക്കുന്ന അവസ്ഥയാണ്. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഈ കരകളിലും വീടുകളിലും താമസിക്കുന്നവരുടെ ഈ കരുതൽ ശേഖരമായിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉൾപ്പെടെ തന്നെ അത് തീർന്നിരിക്കുന്ന അവസ്ഥ. ക്യാമ്പുകളിൽ അടിയന്തരമായി താമസിക്കുന്നവരെയൊക്കെ അവർക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ എത്തിക്കാനുള്ള ഒരു അസൗകര്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആശങ്ക നിലനിൽക്കുമ്പോഴാണ് വീണ്ടും എരുതിയിൽ എണ്ണ വീഴുന്ന എന്ന കണക്ക് ഇടുത്തി പോലെ തന്നെ ഇന്നലെ ഒരു തീവ്ര മഴ ഉണ്ടായിരിക്കുന്നു. നദികളിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ക്യാമ്പിലെ അന്തേവാസികൾ താമസിക്കുന്നത് തിരുവല്ല നിയോജകമണ്ഡലത്തിൽ 800-ലധികം ആൾക്കാർ ഇന്നലെ തന്നെ ഈ ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചു
കൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഡാം ഇല്ലാത്ത മണിമലയാറിലും ജലനിരപ്പ് ഈ മഴ കൊണ്ട് ഉയർന്നിരിക്കുന്നു. മണിമലയാറിലും സുരക്ഷിതമായി 600-ലധികം പേരെ മാറ്റിയിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ജില്ലയിൽ ഏകദേശം ഇപ്പോൾ ഇന്നലത്തെ കണക്കനുസരിച്ച് 1685 ആണെങ്കിൽ ഇന്ന് 2000 ഈ ക്യാമ്പുകളിലേക്കുള്ള അടിയന്തരമായി മാറ്റി പാർപ്പിക്കേണ്ടവരെയൊക്കെ പാർപ്പിച്ചിരിക്കുന്നു. ഇന്നലെ രാവിലെ ക്യാമ്പുകളിലൊക്കെ അല്പം ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെയൊക്കെ ഒരു അപര്യാപ്തത ചൊല്ലി ക്യാമ്പ് അന്തേവാസികളും മറ്റു ഉദ്യോഗസ്ഥരും തമ്മിലൊക്കെ ഒരു ചർച്ചക്കുറവോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉച്ചയോടുകൂടി അത് പരിഹരിക്കാൻ കഴിഞ്ഞതും ഒരു നേട്ടമായി തന്നെ നമുക്ക് കഴിയാം. പക്ഷേങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ അടിയന്തര സാഹചര്യങ്ങളെ ഒരു കോർത്തിണക്കിക്കൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഭക്ഷണപദാർത്ഥങ്ങളോ മറ്റ് ഒറ്റപ്പെട്ട് ഈ കഴിയുന്നവർക്ക് ഒരു സഹായം എത്തിക്കണമെന്നാണ് പ്രദേശവാസികളൊക്കെ ഇപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത്. സാർ, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ നിറപുത്തരി ശബരിമല നട തുറന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ശബരിമലയിലേക്ക് അല്ലെങ്കിൽ ഈ പമ്പാ നദിയുടെ പമ്പാ തീരത്തേക്ക് അടക്കം ഈ ഭക്തജനങ്ങളെ കയറ്റിവിടുന്ന ഒരു സാഹചര്യമുണ്ടോ? അതോ ഈ ജനങ്ങൾക്കെല്ലാം ഈ ഒരു നിർദ്ദേശം നൽകി അല്ലെങ്കിൽ അവരെല്ലാം ഈ പമ്പയിൽ തന്നെ അല്ലെങ്കിൽ പമ്പയിലേക്ക് എത്തുന്നത് തടയുന്ന ഒരു സാഹചര്യമുണ്ടോ നിലവിൽ? കഴിഞ്ഞ ദിവസം നമ്മൾ ജില്ലാ ഭരണകൂടം പ്രത്യേക നിർദ്ദേശം നൽകിയത് പമ്പയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് നിയന്ത്രണമില്ല, പക്ഷെങ്കിൽ സ്വന്തം നിലയ്ക്ക് അവർക്ക് സുരക്ഷിതമായ ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് നിലയ്ക്കലും മറ്റുമൊക്കെ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെങ്കിൽ എല്ലാ കാലങ്ങളിലും നട തുറക്കുന്ന സമയത്ത് അഭൂതപൂർവമായ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിറപുത്തരിക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള തീർത്ഥാടകർ അത്ഭുതപൂർവമായ തിരക്കാണ് അവിടെ സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അവരെ ഏത് തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തണം നമുക്കിപ്പോഴും ജില്ലാ ഭരണകൂടത്തിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരാൻ കഴിഞ്ഞിട്ടില്ല. പമ്പയിൽ സ്നാനം ചെയ്യുന്നവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇരു കരകളും, അതായത് 2018 ഗണപതി അമ്പലം, പമ്പാ സ്നാനം, പിന്നെ അവിടുത്തെ താൽക്കാലിക പാലമൊക്കെ ഉൾപ്പെടെയൊക്കെ ഉള്ളവ മുങ്ങിപ്പോയ ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് പമ്പാ സ്നാനം കർശനമായ നിരോധിച്ചിട്ടുണ്ട്. തിരക്ക് കൂട്ടാതെ അവരെ മലയിലേക്ക് കയറ്റിവിടും. കാരണം ശക്തമായ മഴയാണ് ഈ ശബരിമല മല ഉൾപ്പെടെയുള്ള വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുന്നതുകൊണ്ട് തീർത്ഥാടകരെ കയറ്റിവിടുന്നതിൽ അല്പം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം ഈ പത്തനംതിട്ട ജില്ലയിലെ മഴയുടെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു മേഖലയാണ് ആറന്മുള എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ബിൻ വർക്കി MLA പറയുകയുണ്ടായി ആറന്മുളയിലെ ഈ കയറിയിരിക്കുന്ന വെള്ളം ഇറങ്ങാനായി 2 ദിവസം അടക്കം എടുക്കുമെന്നത് പറയുന്നുണ്ട്. നിലവിലെ ആറന്മുളയിലെ ഒരു സാഹചര്യം, ഈ വെള്ളമടക്കം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടോ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ആറന്മുളയിലെ ഏകദേശം നമുക്ക് ഈ വിമാനത്താവളത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്ന ആറന്മുള പുഞ്ചയിലേക്കാണ് ഈ പമ്പാ നദിയിലെ വെള്ളം ഈ പ്രധാന റോഡ് ആറന്മുള പുഞ്ചയിലേക്കും മറ്റ് നീർവളാകം പുഞ്ചയിലേക്കുമാണ് വെള്ളം ഒഴുകിപ്പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഈ ഒഴുകിയ ജലം പമ്പാ നദിക്കും റോഡിനും പുഞ്ചയ്ക്കും സമാനമായി വെള്ളം ഒരുപോലെ തന്നെ ഒരേ രീതിയിൽ തന്നെ വെള്ളം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പടിഞ്ഞാറൻ പ്രദേശം, അതായത് കൊട്ടപ്പള്ളി സ്പിൽവേ ഭാഗത്തെ ഷട്ടറുകൾ 12 ഷട്ടറുകളുണ്ട്. അതിൽ 2 ഷട്ടറുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ ഷട്ടറുകളും ഒഴിച്ച് ഈ കിഴക്കൻ മലയോര മേഖല, അതായത് കക്കാട്ടാറിലെയും പമ്പാ നദിയിലെയും അച്ചൻകോവിലെയും മലയാറ്റിലെയും വരുന്ന വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടാനുള്ള ഒരു അടിയന്തര നീക്കം ബന്ധപ്പെട്ട ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഇന്നലെ ബിൻ വർക്കി MLAയുടെ യോഗത്തിൽ ഇന്നലെ വൈകുന്നേരം ചേർന്ന യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് സ്പില്ലയിൽ നിന്നുമുള്ള ഷട്ടറുകൾ ഉയർത്തുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കിഴക്കിൽ നിന്നും വരുന്ന ഒരു വെള്ളം ഒഴുകിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഒരു സ്പിൽവേയിലെ ഷട്ടറുകൾ ഉയർത്തുന്ന അനുസരിച്ചായിരിക്കും ഈ മേഖലയിലെ വെള്ളം വളരെയധികം വേഗത്തിൽ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഉയർന്നു പോകേണ്ടത്. അതിനിപ്പോൾ ഒരു തടസ്സം നേരിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2018-ലും 2019-ലും അതിനുശേഷം എല്ലാ വർഷങ്ങളിലും ഈ മേഖലയിൽ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നതാണ്. അത് ഒരു 2 ദിവസമോ അല്ലെങ്കിൽ മാക്സിമം 1.5 ദിവസത്തിനുള്ളിൽ തന്നെ ഈ നദിയിലെ ജലം പെട്ടെന്ന് വലിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമാണ്. ഇന്നലെ തന്നെ ഇന്നിപ്പോൾ അതിതീവ്ര മഴ
ഇന്നലെ രാത്രി പെയ്തതിനെ തുടർന്ന് വെള്ളം ഇറങ്ങിയെടുത്ത് അതേ അവസ്ഥയിൽ തന്നെ വീണ്ടും വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം വളരെയധികം സാവധാനത്തിലാണ് ഇറങ്ങിപ്പോകുന്നത്. ഇത് രക്ഷാപ്രവർത്തനത്തിനും മറ്റുമൊക്കെ ഉള്ളതിനൊക്കെ വീണ്ടും ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ദീപ്തി, ശരി, എന്തായാലും പത്തനംതിട്ടയിൽ വീണ്ടും ആശങ്ക ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റാന്നി പോലീസ്. റാന്നിയിൽ വീണ്ടും വെള്ളം കയറാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് റാന്നി CI നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൂടിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ രാവിലെ തന്നെ തുറക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു പരിസര പ്രദേശത്തുള്ളവർ അധികൃതർ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രസാദ് MG ആണ് വിവരങ്ങൾ നൽകിയത്.